ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരമാണ് ആസ്ഥാനമെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 പേരെ പാടുള്ളൂ. എന്ന് വെച്ചാൽ അംഗങ്ങൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ 10 പേരെ പാടുള്ളൂ. അതിൽ കൂടുതലാവാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിർദ്ദേശിക്കുന്നത് ആരൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുണ്ട് ഒരാള്. പിന്നെ ഓർത്തിരിക്കുക, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. പിന്നെ ഓർത്തിരിക്കുക, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്ന ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഈ 3 പേർ ചേർന്നായിരിക്കും നിർദ്ദേശിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. RT ആക്ട് 2019 ഭേദഗതി വരുത്തിയിരുന്നു. ആ ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരിന് കാലാവധി തീരുമാനിക്കാമെന്ന് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാലാവധിയാണ് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനത്ത് അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. ഇനി ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലെന്ന് ചോദിച്ചാൽ അതും ഗവർണറുടെ മുമ്പിലാണെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും മുഖ്യ വിവരാവകാശ കമ്മീഷനെയും രാജി സ്വീകരിക്കുന്ന ആരാണ്? ഗവർണറാണ് രാജി സ്വീകരിക്കുന്നത്. ഇവരുടെ ശമ്പളം നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ വിവരാവകാശ കമ്മീഷനായിരുന്നു, മുഖ്യ വിവരാവകാശ കമ്മീഷനായിരുന്നു ആര്? പാലാട്ട് മോഹൻദാസ്. അറിഞ്ഞിരിക്കുക, പാലാട്ട് മോഹൻദാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് പഠിച്ചത്. പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഓർത്തിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.